സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പത്മത്തിന്റെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ വിക്രം ആ ഒരു മാലയിൽ തൊട്ടുകൊണ്ട് തന്നെ സത്യം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കുടുംബത്തെ ദ്രോഹിക്കണമെന്നോ സങ്കടപ്പെടുത്തണമെന്നോ ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഈ ബന്ധത്തിൽ നിന്നും അവരോട് പിന്മാറാൻ മാത്രമേ ഞാനും വേദയും പറഞ്ഞിട്ടുള്ളൂ എന്ന് വിക്രം തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പത്മത്തിന് വലിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. താൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് അയ്യപ്പസ്വാമിയെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് വിക്രം സത്യം ചെയ്യുമ്പോൾ വേദ സങ്കടത്തോടെ അവനെ നോക്കി നിന്നു. ഒരു തെറ്റും ചെയ്യാത്ത വിക്രമിനെ മറ്റുള്ളവരിങ്ങനെ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് അതൊട്ടും തന്നെ സഹിക്കാൻ പറ്റിയിരുന്നില്ല. അന്നേരം പത്മം പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വിശ്വാസമായി. സ്വാമി കള്ളം പറയില്ല എന്ന് എനിക്കറിയണമെന്നോ. വിക്രം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ദീപ്തിയെ ഈ ബന്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റിത്തരണം. അവളുടെ മനസ്സ് മാറണം. അതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഇത് കേട്ട് വിക്രം വേദയെ നോക്കുമ്പോൾ അവൾ ആകെ കുഴങ്ങിയിരിക്കുകയാണ്. വേദ പത്മത്തിനോടായി പറഞ്ഞു, ഞാൻ ദീപ്തിയോട് പലതവണ സംസാരിച്ചതാണമ്മേ. പക്ഷേ അതൊന്നും അവളുടെ തലയിൽ കയറുന്നില്ല. ആരൊക്കെ എതിർത്താലും അവൾ വരുണിനെ ഉപേക്ഷിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ടപ്പോൾ തന്നെ പത്മത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അന്നേരം വിക്രം പെട്ടെന്ന് തന്നെ ഇടപെട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, വരുണുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അവൻ ഈ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയാൽ പിന്നെ ദീപ്തിക്കും ഒന്നും ചെയ്യാനാവില്ലല്ലോ. പത്മം അപ്പോൾ കൈ കൂപ്പിക്കൊണ്ട് തന്നെ വിക്രമിനോട് പറയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഈ അമ്മക്ക് പിന്നെ ഒരു സമാധാനവും ഉണ്ടാവില്ല. വേദയും വിക്രമിനെ ശരിവെച്ച് പത്മത്തിനെ ആശ്വസിപ്പിച്ചു. അവിടെ നിന്നും ഇറങ്ങിപ്പോയ വർഷ ദേഷ്യത്തോടെ തന്നെ അവരെ നോക്കി നിൽക്കുകയാണ്. ഉടനെ വർഷ ശ്രീകാന്തിനെ വിളിച്ചു പറഞ്ഞു, അമ്മയെ കാണാനായി ആ വേദയും ഗുണ്ടയും കൂടി ഇങ്ങോട്ടേക്ക് വന്നിരുന്നു എന്ന് പറയാണ് വർഷ. ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യപ്പെട്ടു. എന്തിനാ അവരെ വീട്ടിലേക്ക് കയറ്റിയത്? വേദയുടെ കൂടെയല്ലേ വന്നത്? എനിക്കെന്ത് പറയാൻ പറ്റുമെന്ന് വർഷ തിരിച്ചു ചോദിച്ചു. ശ്രീകാന്ത് ഉടനെ തന്നെ ശങ്കരനാരായണനെ വിളിച്ച് കാര്യം പറഞ്ഞു. ശങ്കരൻ വിചാരിക്കുന്നത് പത്മത്തിൻ്റെ മനസ്സ് മാറ്റാനാണ് അവൻ വന്നത് എന്നാണ്. എന്തായാലും പത്മത്തിനെ ഒന്ന് കാണണമെന്ന് ശങ്കരൻ തീരുമാനിച്ചു. പിന്നീട് റോഡ് സൈഡിൽ വെച്ച് വിക്രം വേദയെ എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തനിക്ക് വേണ്ടി വിക്രം എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് വേദയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. തന്നോട് ഇഷ്ടം കൊണ്ടാണ് അവൻ അതെല്ലാം ചെയ്യുന്നത് എന്ന് വേദ തിരിച്ചറിയാൻ ഒരു കരിക്കിൻ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ വണ്ടി നിർത്തി. 2 കരിക്കും പറഞ്ഞുകൊണ്ട് തന്നെ അവർ കാത്തു നിൽക്കുമ്പോൾ വേദ സ്നേഹത്തോടെ വിക്രമിനോട് ചോദിച്ചു, എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയധികം പഴി കേൾക്കേണ്ടി വന്നത്? ഏട്ടനും അച്ഛനും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കട്ടെ? വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേദ. എനിക്ക് വേണ്ടി നീ എത്ര കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കുന്നു. ശ്രീയേട്ടനെ സഹായിച്ചില്ലേ? നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കി തന്നു. പിന്നെ കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തി. നമ്മൾ തമ്മിൽ ഇനി കണക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. 2 പേരും അങ്ങനെ കരിക്കിൻ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തേരും പരസ്പരം നോക്കി സംസാരിച്ചു. വിക്രം വേദയോട് ചോദിച്ചു. വേദ വിക്രമിനെ തന്നെ നോക്കി നിൽക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ വിക്രം ചോദിച്ചു, നീ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വേദ കുറുമ്പോടുകൂടെ തന്നെ മറുപടി പറഞ്ഞു, എന്താ എനിക്ക് നോക്കാൻ പാടില്ല എന്നുണ്ടോ? നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ, ഞാനല്ലാതെ പിന്നെ ആരാണ് നിങ്ങളെ നോക്കി നിൽക്കേണ്ടത്? വിക്രം തമാശയായി ചോദിച്ചു. ഈ റോഡ് സൈഡിൽ വെച്ചാണോ നിന്റെ റൊമാൻസ്? വിക്രം തമാശയായി ചോദിച്ചു. ഓ, അപ്പോൾ ഈ റോഡ് സൈഡിൽ വെച്ചാണോ നിന്റെ റൊമാൻസ് എന്ന്? അങ്ങനെ അവർ 2 പേരും മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യാനും തങ്ങളുടെ ഉള്ളിലെ സ്നേഹം വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിലും അവർക്ക് അത് പരസ്പരം തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അവർ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ ശങ്കരനാരായണൻ പത്മത്തിനോട് ദേഷ്യപ്പെടുകയാണ്. എന്തിനാണ് വിക്രം ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് തെറ്റും പത്മം ഉറപ്പിച്ചു പറഞ്ഞു, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല ശങ്കരേട്ട. അവൻ അവൻ്റെ മാലയിൽ തൊട്ട് തന്നെ സത്യം ചെയ്തതാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ അവൻ ഇങ്ങനെ സംശയിക്കുകയാണ്. എന്നാൽ ശങ്കരൻ അത് വിശ്വസിക്കാനൊന്നും തയ്യാറായില്ല. അവൻ ചതിയനാണെന്നും അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ശങ്കരനാരായണൻ തർക്കിച്ചു. ശ്രീകാന്ത് അവിടേക്ക് വന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അമ്മയെ അവന് പറ്റിക്കുകയാണ്. വാസവനും വരുണും വിക്രമും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അതിനുള്ള തെളിവൊക്കെ എൻ്റെ കയ്യിൽ. വർഷയുടെ അച്ഛൻ അവൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത ആ ഒരു ഫോട്ടോ അവർ അവിടെ കാണിച്ചുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ചു. വരുണും വിക്രവും സംസാരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് തന്നെ ശങ്കരൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. വിക്രമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് ശങ്കരനാരായണൻ അതോടുകൂടെ തന്നെ ഉറപ്പിച്ചു. സത്യത്തിൽ വിക്രം വരുണിനെ കണ്ടത് ദീപ്തിയുടെ ജീവിതത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടാനായിരുന്നു. പത്മം ഇത് നോക്കിയെങ്കിലും ശ്രീകാന്ത് അതൊക്കെ വിക്രമിൻ്റെ അടവുകൾ മാത്രമാണെന്നും പറഞ്ഞ് അതൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞു. ശങ്കരന് ആകെ വട്ടായി നിൽക്കുകയാണ്. തൻ്റെ ശത്രു ഇപ്പോൾ വരുണോ വാസവനോ അല്ല, ഈ വിക്രമാണെന്ന് അദ്ദേഹം അലറിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ വേദമോളുടെ ജീവിതം അവൻ നശിപ്പിച്ചു. ഇനി എൻ്റെ ദീപ്തിമോളുടെ ജീവിതം കൂടി നശിപ്പിക്കാനാണ് അവൻ്റെ ഭാവമെങ്കിൽ അവനെ ഞാനങ്ങ് കത്തിക്കുമെന്ന് ശങ്കരനാരായണൻ ഭീഷണി മുഴക്കി. ഇതേ സമയം വിക്രം വരുണുമായിട്ട് സംസാരിക്കുകയായിരുന്നു. വരുൺ വിക്രമിനോട് പറഞ്ഞു, വിക്രം ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കും. എനിക്കൊരു പുതിയ ജീവിതം തന്നത് നിങ്ങളാണ്. ദീപ്തിയെ മറക്കാൻ ഞാൻ തയ്യാറാണ്.
എന്നെപ്പോലെ ഒരാൾ അവളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇഷ്ടം കൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. ഇപ്പോൾ എനിക്ക് യോഗ്യതയുമില്ല എന്ന് മനസ്സിലായി. വരുൺ സങ്കടത്തോടെ അവിടെ നിന്നും അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ പോവാണ്. അങ്ങനെ രാത്രി വിക്രം വേദയോട് വരുൺ പിന്മാറാൻ തയ്യാറായ കാര്യം പറഞ്ഞു. വേദക്കത് കേട്ടപ്പോൾ വലിയ ആശ്വാസമായിരുന്നു. അപ്പോഴാണ് ശങ്കരൻ വേദയെ ഫോണിൽ വിളിക്കുന്നത്. വിക്രം വീട്ടിൽ വന്ന് കാണിച്ചതൊക്കെ വെറും നാടകമായിരുന്നു എന്നും അവൻ വരുണുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്നും ശങ്കരനാരായണൻ വിശ്വസിക്കുന്നു. നിന്റെ ഭർത്താവ് വിക്രം വലിയൊരു ചതിയനാണ് വേദ, ശങ്കരനാരായണൻ പറഞ്ഞു. അവൻ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചു. അവനെ അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. നീ വൈകാതെ ഭർത്താവില്ലാതെ വിധവയായി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരേണ്ടി വരുമെന്ന് ശങ്കരനാരായണൻ ഭീഷണിപ്പെടുത്തുമ്പോൾ വേദയുടെ ഉള്ളൊന്ന് കാളി. ഫോണ് കട്ട് ചെയ്തതും വേദ പെട്ടെന്ന് തന്നെ പൊട്ടിക്കരഞ്ഞു. വേദയുടെ കരച്ചിൽ കണ്ടുകൊണ്ടതിന് വിക്രമിന് സങ്കടമായി. വിക്രം കാരണം തിരക്കിയെങ്കിലും അവളൊന്നും തന്നെ പറയാതെ മുറിയിലേക്ക് ഓടിപ്പോയി. വിക്രമിന്റെ ജീവന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി അവളെ ആകെ തളർത്തി കളഞ്ഞിരുന്നു. ഇപ്പോൾ വേദ പഴയ വേദയല്ല. വിക്രമിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാണ്. തൻ്റെ അച്ഛൻ തൻ്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് പറയുന്നത് അവൾക്ക് താങ്ങാൻ പോലും കഴിഞ്ഞില്ല. വിക്രം വാതിൽ മുട്ടി വിളിച്ചപ്പോൾ അവൾ വാതിൽ തുറന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന വേദയെ കണ്ട് വിക്രം ഞെട്ടിപ്പോയി. ഏത് വലിയ പ്രതിസന്ധിയിലും തളരാത്ത വേദ ഇങ്ങനെ കരഞ്ഞ് തളർന്നു നിൽക്കുന്നത് വിക്രം ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്നും മിണ്ടാതെ വേദ വിക്രമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരയുന്നു. കാര്യം മനസ്സിലായില്ല എങ്കിലും വിക്രം അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശങ്കരനാരായണന്റെ ആ ഭീഷണി വേദയുടെ കാതുകളിൽ ഒരു ഇടിമിന്നൽ പോലെയാണ് പതിച്ചത്. വിക്രമിനെ തകർക്കാൻ അച്ഛൻ ഇത്രയും കടുത്ത തീരുമാനമെടുക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. രാത്രിയുടെ നിശബ്ദതയിൽ വിക്രമിന്റെ നെഞ്ചിൽ മുഖം ചായ്ച്ചു കിടക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ആ തീ അണഞ്ഞിരുന്നില്ല. വിക്രം അവളുടെ തലയിൽ തലോടിക്കൊണ്ട് തന്നെ ചോദിച്ചു, എന്താടോ ഇതുവരെ ഇല്ലാത്ത ഒരു പേടി നിന്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ടല്ലോ. നിന്റെ അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? വേദ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അത് അച്ഛൻ നിങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറയുക. എനിക്കിനി നിങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ വിക്രം. വിക്രം ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. നിന്റെ വിക്രമിനെ തൊടാൻ ആർക്കും അത്ര പെട്ടെന്നൊന്നും കഴിയില്ലടോ. നീ കൂടെയുള്ളപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കാനാണ്? പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ശങ്കരനാരായണൻ ശ്രീകാന്തും കൂടി വിക്രമിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. വരുണുമായിട്ടുള്ള ആ ഫോട്ടോ വെച്ച് വിക്രമിനെ ഒരു കേസിൽ കൊടുക്കാനായിരുന്നു ശ്രീകാന്തിൻ്റെ ബുദ്ധി. എന്നാൽ വേദ ഇതിനിടയിൽ തന്നെ ഒരു രഹസ്യ നീക്കം നടത്തി. അവൾ നേരെ ദീപ്തിയെ കാണാൻ പോയിരുന്നു. ദീപ്തിയോട് വിക്രം സത്യത്തിൽ വരുണിനെ കണ്ടത് എന്തിനാണെന്ന് വരുൺ ദീപ്തിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായ കാര്യവും വേദ തുറന്നു പറഞ്ഞു. ആദ്യ ദീപ്തി അത് വിശ്വസിച്ചില്ല എങ്കിലും വരുണിൻ്റെ ആത്മാർത്ഥമായ സ്നേഹം വിക്രമിനോടുള്ള ബഹുമാനമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. ഇതേ സമയം ശങ്കരനാരായണൻ വിക്രമിനെ നേരിടാനായി ഗുണ്ടകളുമായി ഒരു വിജനമായ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ എത്തിയ വിക്രമിന് നേരെ ശങ്കരനാരായണൻ ആക്രോശിച്ചു. നിന്റെ കളി ഇനി ഇവിടെ അവസാനിക്കും എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് വേദ അവിടേക്ക് വന്നത്. പത്മവും ദീപ്തിയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടതിന് ദീപ്തി അച്ഛൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഉറക്കെ പറഞ്ഞു, അച്ഛൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. വിക്രം ചേട്ടൻ എന്നെ ചതിക്കുമായിരുന്നില്ല. എന്നെ ഒരു വലിയ തെറ്റിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു. വരുണും അങ്ങോട്ടേക്ക് എത്തി. തൻ്റെ ഭാഗം വരുൺ വിശദീകരിച്ചതോടുകൂടി തന്നെ ശങ്കരനാരായണൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം തന്നെ നേരെ താഴേക്ക് വീണു. വിക്രം തൻ്റെ കുടുംബത്തെ തകർക്കാനല്ല, മറിച്ച് തുന്നി ചേർക്കാനാണ് ശ്രമിച്ചത് എന്ന കാര്യമെല്ലാം തന്നെ ശങ്കരനാരായണൻ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ അദ്ദേഹം തല താഴ്ത്തി നിന്നു. വേദ വിക്രമിനെ നോക്കി ചിരിച്ചു. ആ കണ്ണുകളിൽ ഇപ്പോൾ പേടിയല്ല, അഭിമാനമായിരുന്നു. വിക്രം പതിയെ വേദയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഇനി നമ്മളെ ആർക്കും പിരിക്കാൻ കഴിയില്ല വേദ എന്നായിരുന്നു വിക്രം വേദയുടെ കാതിൽ മന്ത്രിച്ചത്. ഒരു പുതിയ ജീവിതത്തിൻ്റെ പ്രത്യാശയിൽ അവർ രണ്ടുപേരും കൂടി ആ പഴയ വീടിൻ്റെ പടികൾ ഒന്നിച്ച് കയറുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.